നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ അതിശക്തമായ രീതിയിൽ ഒരു റാലി രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്നലെ ഫോളൊന്നും ഉണ്ടായിട്ടില്ല. ഈവൻ FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 2300 കോടി രൂപയുടെ സെല്ലൈസ് ആയിരുന്നു. അപ്പോൾ ഡോളർ ഇൻഡെക്സ് ശക്തി പ്രാപിക്കുന്നുണ്ട്, ബോണ്ട് ഈൽഡ് സ്പൈക്ക് ചെയ്യുന്നുണ്ട്, FISന്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിങ് തുടരുന്നുണ്ട്. എങ്കിലും ചില ദിവസങ്ങളിൽ പ്രത്യേക ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനീസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് പോരുന്നുണ്ട്. ഇന്ന് ഈ വർഷത്തിലെ അവസാനത്തെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. സെൻസെക്സ് എന്ന് പറയുന്നത് ഒരു ഈസി ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റ് അല്ല. ഒരുപാട് ആളുകൾ നഷ്ടം വരുത്തുന്ന ഒരു ഇൻഡെക്സാണ് സെൻസെക്സ്. വളരെയധികം കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ഇന്ന് 5ഓളം IPOs ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ്. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് സാന്ത ടെക്സ്റ്റൈൽസ്, ഡാം ക്യാപിറ്റൽ, കൂടാതെ തന്നെ മമത മൻഷേരി തുടങ്ങിയ 5ഓളം ക്യാപിറ്റലാണിന്ന് 5ഓളം IPOs ആണെന്ന് ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്തൊരു പുതിയ സീരീസ്, ജാനുവരി സീരീസ് ഇന്ന് ഓപ്പൺ ആകുകയാണ്. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $3,979 ഫോളോ ചെയ്തു, അഥവാ 4%. 95,400 എന്ന റേഞ്ചിലാണ് ബിറ്റ്കോയിൻ എത്തി നിൽക്കുന്നത്. ബ്രന്റ് ഓയിൽ 72, ഗോൾഡ് $2,633 പെർ ഔൺസ് എന്ന നിലയിലാണ് ഉള്ളത്. ഇന്ത്യ വിക്സ് ഇന്നലെ ഒരു സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റൊക്കെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. US മാർക്കറ്റ് ഇന്നലെ ഫ്ലാറ്റായിരുന്നു. കൂടാതെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും അവധിയിലൊക്കെയാണ് ഉള്ളത്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ആയിട്ടുള്ളത് ജുബിലൻറ്റ് ഫുഡ് വർക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഡൊമിനോസ് പിസയുടെ കാലം തന്നെ പ്രൊമോട്ടേഴ്സാണ് ജുബിലൻറ്റ് ഫുഡ് വർക്ക് കമ്പനി. അപ്പോൾ കൊക്കോകോളയായിട്ട് ഇവർ ഇന്ത്യയിൽ ഇവരുടെ കൊക്കോകോളയുടെ ബിസിനസ് ജുബിലൻറ്റ് ഫുഡ് വർക്ക് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ധാരണയൊക്കെയായി പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്തു. കൂടാതെ ജെൻസോൾ എൻജിനീയറിംഗ് കമ്പനി, ഇവർക്ക് 897 കോടി രൂപയുടെ ഓർഡർ NTPC റിന്യൂവബിൾ എനർജിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. 225 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഗ്രിഡ് സോളാർ പവർ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ ലഭിച്ചത്. ആരതി ഫാർമ കമ്പനി, അറാബക്കസ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആരതി ഫാർമയുടെ ഏകദേശം 10 ലക്ഷം ഷെയറുകൾ ബൈ ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, അടുത്ത ഫിനാൻഷ്യൽ ഇയർ, അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ മുതൽ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഏകദേശം 50 ലക്ഷം പുതിയ തൊഴിലുകൾ ഇവർ സൃഷ്ടിക്കും എന്നുള്ളതാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പറയുന്നത്. യെസ് ബാങ്ക് 161 കോടി രൂപയുടെ ഒരു സിംഗിൾ ട്രസ്റ്റ് സെക്യൂരിറ്റി റെസിപ്റ്റ് പോർട്ട്ഫോളിയോ ഇവർക്ക് ലഭിച്ചു. റെഡ് ടേപ്പ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, പ്രമുഖ ഷൂ മാനുഫാക്ചറിങ് കമ്പനിയാണ് റെഡ് ടേപ്പ്. ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഡിവിഡൻഡ് എല്ലാം തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് 2 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനി, ഇവർ അടുത്ത ഒരു 3 വർഷത്തിനുള്ളിൽ ഇവരുടെ റവന്യൂ ടാർഗറ്റ് 35% വരെ ഉയർത്തി. സ്വിഗ്ഗിയുടെ CEO പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഫാസ്റ്റ് ഡെലിവറി ബോൾട്ട് എന്ന പേരിലാണ് ഇവർ ഇതിനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ അത് സ്വിഗ്ഗിയുടെ ടോട്ടൽ ഈ ഒരു ഓർഡറിൻ്റെ 8% വരും. അപ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ വിപുലപ്പെടുത്തും. ഫാസ്റ്റ് 10 മിനിറ്റിനുള്ളിലൊക്കെ മെട്രോ നഗരങ്ങളിൽ ഫുഡ് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ബോൾട്ട് എന്ന് പറയുന്നത്. RBL ബാങ്ക് ഡാം ക്യാപിറ്റലിൻ്റെ എൻറ്റയർ സ്റ്റേക്ക് ഓഫർ ഫോർ സെയിലിലൂടെ സെല്ല് ചെയ്യുകയാണ്. 8.16% സ്റ്റേക്ക് ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഡാം ക്യാപിറ്റലിൽ RBL ബാങ്കിലുണ്ട്. അത് എൻറ്റയർ സെല്ല് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ്. L&T കമ്പനി ഇവരുടെ ടാർഗറ്റ് ഉയർത്തി. ഷെയർകാൻ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനമാണ് L&Tയുടെ ടാർഗറ്റ് ഉയർത്തിയത്. പവർ മെക്ക് കമ്പനി 186 കോടി രൂപയുടെ ഓർഡർ പവർ മെക്കിന് ലഭിച്ചു. NHPC കമ്പനി ആസാം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് NHPCക്ക് 250 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള 2 ഹൈഡ്രോളിക് പ്രൊജക്റ്റ് ലഭിച്ചു. HMA അഗ്രോ ഇൻഡസ്ട്രീസ് കമ്പനി, ഇവർക്ക് യെസ് ബാങ്കിൽ നിന്ന് 160 കോടി രൂപയുടെ ക്രെഡിറ്റ് ഗ്രാൻഡായിട്ട് ലഭിച്ചു. ഡിക്സൺ ടെക് നമ്മൾ കണ്ടിരുന്നു. സെലറ്റോർ ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഫ്രിഡ്ജെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ദാനി സർവീസ് കമ്പനി ഇന്ത്യ ബുൾസ് ഹൗസിംഗ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് 104 ഏക്കർ ഉള്ളവരുടെ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ ദാനി സർവീസ് പങ്കാളിയാകുന്നുണ്ട്. SKF ഇന്ത്യ കമ്പനി ഇവിടെ ഇൻഡസ്ട്രിയൽ ബിസിനസ് പുതിയൊരു IPOയിൽ ഇവർ ലിസ്റ്റ് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽ കമ്പനി പുതിയ ഒരു ലൈസൻസ് എഗ്രിമെൻ്റ് 76 റൂമുകളുള്ള പുതിയൊരു ലൈസൻസ് എഗ്രിമെൻ്റ് മഹാരാഷ്ട്രയിൽ ഇവർ അക്യൂർ ചെയ്തു. അപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ച് ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനീസ്, ഇതുപോലെ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന കമ്പനീസ്, ഏവിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള ബാഗ് കമ്പനീസ്, ഇതെല്ലാം തന്നെ ലൈം ലൈറ്റിലേക്ക് വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം. വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.